Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 7th സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 1-2 വർഷങ്ങളായിട്ട് മേജർ ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് ബിയിൽ പ്രോബ്ലംസ് ആണ്. 1-2 മാത്രമാണ് തിയറി ആയിട്ട് കണ്ടുവരുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു 3 തിയറി, ബാക്കി 4 പ്രോബ്ലം. മിക്കതും ഇപ്പോൾ വരുന്നത് 5 പ്രോബ്ലംസ് വരെ വരുന്നുണ്ട്, 2 തിയറി, അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാം, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റിക്കും വരാറുള്ളതാണ്. ഇപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ 5 ഹെഡ്സിലത്തെ കുറച്ച് ഐറ്റംസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും ചെയ്യാൻ പറയാം. സോ ഇത് പ്രോബ്ലമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായി നോക്കണം. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലൈബിലിറ്റി ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി നിർബന്ധമായും പഠിക്കണം സ്ലാബ് വെച്ചിട്ട്. ദെൻ അതിൽ ചില ക്വസ്റ്റ്യൻസിൽ 115 BAC ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഓപ്റ്റ് ചെയ്യാത്തതാണെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. 115 BAC അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, ചിലപ്പോൾ അതിൽ പറയും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്, ചിലപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ന്യൂ ടാക്സ് റെജീമാണോ ഓൾഡ് ടാക്സ് റെജീമാണോ എന്നുള്ളതൊക്കെ അതിൻ്റെ ബേസിൽ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ടാക്സ് ലൈബിലിറ്റി. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. അടുത്തതായിട്ട് നമുക്ക് തിയറിയിൽ പലപ്പോഴും വരാറുള്ളതാണ് AMT. അതിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലം വരാം. വാട്ട് ഈസ് AMT? അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ, അതിനെ റിലേറ്റ് ചെയ്തുള്ള റൂൾസ് ഉണ്ടല്ലോ. എക്സ്പ്ലെയിൻ ദ റൂൾസ് വിത്ത് റിഗാർഡ് ടു ആപ്ലിക്കബിലിറ്റി ഓഫ് AMT. AMT എന്താണെന്നുള്ളത് നമുക്ക് 2 വെയിറ്റേജിൻ്റെയിലും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് AMT. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സജഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഹെഡ്സിലെ ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിൽ HP വരാം. ഇൻകം ഫ്രം HP കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധമായി നോക്കണം. ഫോമാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ളൊരു ചോദ്യം വരാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് മറ്റൊരു സജഷൻ, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ. അപ്പോൾ HP ക്യാപിറ്റൽ ഗെയിൻ വരാം. ദെൻ സാലറിയിൽ നിന്ന് ചില സമയത്ത് വരാറുണ്ട് ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. വളരെ കുറവാണ് കേട്ടോ സാലറി വരാറുള്ളത്, എന്നാലും നമ്മൾ നോക്കി വയ്ക്കണം. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അതർ സോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതാണ് മറ്റൊരു സജഷൻ. അപ്പോൾ 5 ഹെഡ്സിലെ ഏതെങ്കിലും ഒരു ഹെഡിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. ഒരെണ്ണം അല്ല, 2 വരെ. അതിൽ PGBPയിൽ നിന്ന് മിക്കതും SC ആണ് വരാറ്. SCക്ക് ഇട്ടിട്ടില്ലെങ്കിൽ മാത്രം അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാം. ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പോൾ 5 ഹെഡ്സിൽ നിന്ന് 2 ഹെഡ്സിൻ്റെ വരെ പലപ്പോഴും നമുക്ക് പാർട്ട് ബിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. കംഫർട്ടബിൾ ആയുള്ളൊരു ചോദ്യം വരാറുള്ളൂ. നമുക്ക് ഡിഗ്രിക്കൊക്കെ ഈ സാലറിയിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ വരില്ല, അത്രത്തോളം ഒന്നും വരാറില്ല. കൂടുതൽ അതുകൊണ്ട് കണ്ടുവരുന്നത് HP,
അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു സജഷൻ. ഇനി തിയറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് CBDT. CBDT എന്താണ്, അതിൻ്റെ പവേഴ്സ് ദശയ്ക്കും വരാറുണ്ട്, നോക്കി വയ്ക്കണം. ദെൻ മറ്റൊരു തിയറി ചോദ്യം ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട് നിർബന്ധമായി നോക്കണം. പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് തിയറി. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൻ്റെ തിയറിയാണ്. ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്? ദെൻ എക്സ്പ്ലെയിൻ the situations in which the provisions of clubbing of income are applicable. നിർബന്ധമായി നോക്കേണ്ട ചോദ്യം. ഓക്കെ. ഇനി മറ്റൊരു തിയറി, അത് 3 പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ വരും. അസസ്മെന്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. അസസ്മെന്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് നോക്കണം. അതിൽ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എടുത്തു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്നും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ the situations in which accelerated assessment is applicable. അതും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി ആപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് മാനേജ്മെൻറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് മാനേജ്മെൻറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന. ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, നമുക്ക് ഡിഡക്ഷൻസിലത്തെ ഏതെങ്കിലും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ഡിഡക്ഷൻ ചിലപ്പോൾ അത് ചോദിക്കാം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80CO 80GO അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, അതും പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ കൂടി നോക്കാൻ പറയാനുള്ളത് റിട്ടേൺ എന്താണ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ ഫൈലിംഗ് ഓഫ് റിട്ടേൺ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് 3 വെയിറ്റേജിനുള്ള പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു പ്രോബ്ലം, ചെറിയൊരു പ്രോബ്ലം വരാറുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി എല്ലാ പേപ്പറിലും ഒരെണ്ണം ഈസി ആയിട്ടുള്ള വരാറുണ്ട്. AMT എന്താണ്, അതിൻ്റെ റൂൾസ് വിത്ത് റിഗാർഡ് ടു ദി ആപ്ലിക്കബിലിറ്റി ഓഫ് AMT. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 5 ഹെഡ്സിൽ ഏതെങ്കിലും 2 ഹെഡിൽ നിന്നുള്ള ചോദ്യം വരാറുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ, HP, സാലറി, അതർ സോഴ്സ്, ദെൻ ഇൻകം ഫ്രം ബിസിനസ്, അതിൽ നിന്ന്. ഇനി CBDT എന്താണ്, അതിൻ്റെ പവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിനേക്കാൾ മുമ്പ്. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് വരാത്തൊരു ചോദ്യമായിരുന്നു, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം. സാധാരണ ബേസ് ആയതുകൊണ്ട് തന്നെ അത് വരാറില്ലേ, ഡിഗ്രിക്കൊക്കെ അല്ല വരാറ്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അത് നോക്കിയോളൂ. ട്രീറ്റ്മെൻറ്റ് ഓഫ് PF, പിന്നെ ക്ലബിങ് എന്താണ്, അതിൻ്റെ സിറ്റുവേഷൻ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക, പിന്നെ അസസ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ആക്സലറേറ്റഡ് അസസ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ടാക്സ് മാനേജ്മെൻറ്റ് നോക്കിയിരിക്കണം, പിന്നെ ഡിഡക്ഷൻ അതിൽ അണ്ടർ സെക്ഷൻ 80C to 80U ഏതെങ്കിലും 1 or 2 ചിലപ്പോൾ ചോദിക്കാം. റിട്ടേൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഫൈലിംഗ് ഓഫ് റിട്ടേണിനെ പറ്റിയുള്ള ചോദ്യം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പാർട്ട് ബിയിലത്തെ ചോദ്യങ്ങൾ. നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് ഇതാണ്. ദെൻ നെക്സ്റ്റ് ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 1 ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ബാലൻസ് ഉള്ള ഓരോ സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകും. നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ആ വീഡിയോക്കൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.